ഞങ്ങളുടെ പടത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെ സൈലന്റ് അടുത്താണ്. ഡയറക്ടർ ആൻഡ് റൈറ്റർ അനുഭവ് സിൻഹ ഏൽപ്പിച്ചിരിക്കുന്നത്. സോ ട്രെയിലറിൽ കണ്ട് ഇറ്റ്സ് വെരി ക്ലിയർ എന്താണ്. പക്ഷെ കഥകൾ എപ്പോഴും ഒരു ഇൻസിഡന്റ് 100 ഡിഫറെന്റ് ആംഗിൾസിലും 1000 ഡിഫറെന്റ് ആംഗിൾസിലും എപ്പോഴും പറയാൻ പറ്റും. സോ ഞങ്ങളുടെ ഡയറക്ടർ അനുഭവ് സിൻഹ ഹാസ് taken Assi in a completely different perspective of a sexual assault. Assi എന്ന് പറഞ്ഞത് അതിൻ്റെ മീനിങ് ഇസ് 80, 80. ട്രെയിലറിൽ ആദ്യം തന്നെ നിങ്ങൾ കണ്ടുപോലെ statistics says that every day in India there are 80 sexual assault cases registered as FIR. Registered cases are 80 per day. Non-registered, we don't know. So, 80 is a number which is very shocking, and we want people to understand what is happening in our society. മുമ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതിന് there is so much of media coverage. People are aware, but still this is happening. So what do we do about this number? So this is an introduction, and I think the casting has been done basically with the kind of characters. The best part about Assi is the trailer is very clear. It tells exactly what the story is about, and they have not hidden anything. So the thing is, we need to, it's an urgent matter to discuss. ഒരു കോൺവെർസേഷൻ തുടങ്ങാനുള്ള ഒരു വെരി അർജന്റ് മാറ്റർ ആണ് ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പല ഇൻസിഡൻസ് വായിക്കുമ്പോൾ. സോ ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ഐ വോണ്ട് ടു സേ. കനിക്ക് എന്തെങ്കിലും പറയാൻ? ചോദിക്കുമ്പോൾ ഉത്തരം പറയാം. ഇത് മുംബൈയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു മലയാളിക്ക് നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആയിട്ടാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്, അല്ലെ? ഡൽഹി വേറെ മുംബൈ ഡൽഹി നോർത്താന്ന് മനസ്സിലായി. അപ്പം ഈ മല്ലൂസിന് മാത്രം നടക്കുന്ന ഒരു രീതിയിലാണ് ഇതിപ്പോ കാണിച്ചേക്കണേ. അപ്പം ഒരു മല്ലൂന് നടക്കുന്ന രീതിയിൽ ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പെർസ്പെക്ടീവ്. നോ, മലയാളിക്ക് മാത്രം നടക്കണമെന്നോ? അല്ല, ഈ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ഒരു മലയാളിക്ക് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്, അല്ലേ? കഥാപാത്രം മലയാളി ആയതുകൊണ്ട് മലയാളിക്ക് നടക്കുന്നു, അങ്ങനെയാണോ? അതെ. ഓക്കെ. അപ്പം മൊത്തത്തില് എല്ലാവർക്കും കൂടെ എല്ലാ ഈ അസി എന്ന് പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് കൗണ്ട് അല്ല ഇൻ ഇന്ത്യയിലുള്ള. അപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 80 എന്നാണ് പറഞ്ഞത്. അപ്പൊ രജിസ്റ്റർ ചെയ്യാത്ത മാമിന്റെ പെർസ്പെക്റ്റീവിൽ എത്ര വരും എന്നാണ് ഒരു ഊഹം? അത് സ്റ്റാറ്റിസ്റ്റിഷ്യൻസിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ജേർണലിസ്റ്റിനെ അറിയണം. അത് നിങ്ങളുടെ ഒരു ജോലിയാണ്. ഇങ്ങനെ ഫിലിം മേക്ക് ചെയ്ത രീതിയിൽ അതില് സ്റ്റോറി എല്ലാം കേട്ടിട്ടായിരിക്കുമല്ലോ മാം ഇത് കമ്മിറ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, ബിക്കോസ് കറക്റ്റ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. രജിസ്റ്റേർഡ് കേസസ് അല്ലേ നമ്മുടെ അടുത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളൂ, അല്ലാത്തത് നമുക്ക് അറിയില്ലല്ലോ. മാം, ഇതുപോലുള്ള ചിത്രങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 80 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ടെറർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം സേഫ്റ്റിയാണ്, അതിപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ വീഴ്ചയാണോ അതോ വ്യക്തികളുടെ വീഴ്ചയാണോ? അതായത് ഇങ്ങനെ ഒരു ദിവസം ഇത്രയും ക്രൈം നടക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു ക്രൈം റേറ്റ് തന്നെയാണ്. അത് അറിയപ്പെടാതെ പോകുന്നത് അത് അതിലും വലിയത്. ഇതിപ്പോൾ ട്രെയിലറിൽ നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചില വീഴ്ചകൾ അല്ലെങ്കിൽ നിയമക്കുരുക്കുകൾ എന്ന് പറയാലോ. അപ്പം ഇതിങ്ങനെയാണ്, ഇവിടെ സിസ്റ്റം ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, ഇതിങ്ങനെ നടക്കൂ എന്ന് നമുക്ക് പ്രതികരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പ്രതികരിക്കാൻ പറ്റാത്ത കൈയും കാലം കെട്ടിരുന്ന അവസ്ഥ. ശരിക്കും ഈ ട്രെയിലറിൽ നമുക്ക് ഈ സിനിമ പ്രേക്ഷകന് നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇതില് അനുഭവജി ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരു ഇൻസിഡന്റ് നടക്കുന്ന ആ മൊമെന്റ് തൊട്ട് ഉടനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ആരാണ് ആദ്യം നോക്കുന്നത്, കാണുമ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, പിന്നെ അവിടെ നിന്ന് പോലീസ് വരുന്നത്, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഈ സ്ത്രീ അവളുടെ
ഇമ്മീഡിയറ്റ് ഹസ്ബൻഡ് ആൻഡ് ചൈൽഡ്, പിന്നെ കുറച്ചും കൂടി ചുറ്റുമുള്ള ബിൽഡിങ്ങിലുള്ള ആൾക്കാർ, യുനോ. സോ ഹി ഹാസ് സീൻ ഓരോ ലെയറിൽ ഇതിന്റെ റിയാക്ഷൻ. ഈ ഒരു ഇൻസിഡന്റ്, ഒറ്റ ഇൻസിഡന്റ് ആണ് ഈ പടത്തിന്റെ കഥ. ഈ ഒറ്റ ഇൻസിഡന്റ് എത്ര പേരെ ബാധിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ എങ്ങനെയൊക്കെ അതിന് പ്രതികരിക്കുന്നുണ്ട് എന്ന് പല ലേയേഴ്സ് ആണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ എൻഡിൽ കോർട്ടിൽ വരുന്ന you have the defendant and the prosecutor, പിന്നെ you have the people in the court, പിന്നെ അത് കഴിഞ്ഞിട്ട് the end is the judge. Because whatever it is, ഒരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിന് ആവശ്യമുള്ളത് എവിഡൻസ്. ആ എവിഡൻസ് അത് എങ്ങനെയൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത എവിഡൻസും, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഹെൽപ്പ് ചെയ്യാത്ത ആൾക്കാരും. സോ എല്ലാ ലേയേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് അനുഭവിച്ച് ഹാസ് ട്രൈഡ്. ലൈക്ക് ഹി വാസ് സേയിങ്, എൻ്റെ അടുത്ത് ആദ്യം കഥ പറഞ്ഞപ്പോൾ അനുഭവിച്ചു പറഞ്ഞത്, ഐ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഹാപ്പൻസ്. അതും ഒരാള് മൊളസ്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം, പക്ഷെ 4 പേരും ഒരേപോലെ മൈൻഡ് സെറ്റ് എങ്ങനെ അവർക്ക് അത് വരുന്നു? 4 people, 5 people, 7 people, child to woman. ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ്? അതിന്റെ ഒരു സ്റ്റഡിയാണ് ഈ പടം എന്നാണ് അനുഭവിച്ച് പറഞ്ഞത്. ഇങ്ങനെ വന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ ഐ ഫീൽ ദാറ്റ് ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങൾ നമുക്ക് തോന്നാൻ തുടങ്ങും. അപ്പോഴാണ് കോൺവെർസേഷൻസ് തുടങ്ങും എന്ന ഒരു വിശ്വാസം. കനി, ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഒബിയസ്ലി ആ ക്യാരക്ടറിന്റെ ഫേസിലൂടെ നമ്മൾ യാത്ര ചെയ്യുമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിക്ടിമിനുണ്ടാവുന്ന ഫീലിങ്ങും അതിനുശേഷം അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെച്ചുണ്ടാകുന്ന ടോർച്ചർ ഒരു വിക്ടിമിന്റെ ഫേസിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അബ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ ഒരു ഫേസിലൂടെ പോകുമ്പോൾ പല ഈ പറഞ്ഞ നിയമപരമായിട്ട് അവിടുത്തെ ക്വസ്റ്റ്യനിങ്, പോലീസ്, കോർട്ട്, അപ്പോൾ അവിടെ എല്ലാം ആ വിക്ടിം ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് ഉണ്ട്. എങ്ങനെ ഇത് ഒരു മെന്റൽ ടോർച്ചർ ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ക്യാരക്ടർ ഫേസിലൂടെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അത് ഫേസ് ചെയ്ത്, അത് ഫെയിൽ ചെയ്ത് നോക്കിയ സമയത്ത്? അത് തന്നെയാണ് നന്നായി അത് ചോദിച്ചത്. പലപ്പോഴും നമുക്ക് പരാതിപ്പെടാൻ പോകാൻ തോന്നാത്തതിൻ്റെ കാരണം ഇത് വീണ്ടും അത് ഓർക്കുക, പറയുക, അതുണ്ടാക്കുന്ന ട്രിഗർ. ഇനിയിപ്പോൾ അത് ആ സമയത്ത് ഓരോ ചോദ്യങ്ങളുണ്ടാവും. അത് കാരണം ഒരു നിയമത്തിന് മുമ്പിൽ പോകുമ്പോൾ നമുക്കതിന് എവിഡൻസ്, കൃത്യമായ കൃത്യതകൾ ഒക്കെ വേണം. അപ്പം ചില സമയത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, നമുക്കൊരു ട്രോമ ഉണ്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും അല്ല, ചില ആൾക്കാരെങ്കിലും ആ ഡീറ്റെയിൽസ് മറക്കാൻ നോക്കും. നമുക്കത് ഒരു ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു റെസ്പോൺസ്, അത് മറന്നു പോട്ടെ എന്നുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ നമ്മളൊരു പരാതിപ്പെടാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഓരോ കൃത്യമായ കാര്യങ്ങളും ചിലപ്പോൾ ഓർത്തിരിക്കണം, അത് വീണ്ടും പറയണം. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ഒരു നെഗോഷിയേഷനാണ്. നമുക്കിത് മറന്ന് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ഇത് പരാതിപ്പെട്ട് ഇതിന് വേണ്ട ജസ്റ്റിസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് ഓർത്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അത് ഓരോ ആളുകൾക്കും, ഓരോ സർവൈവറിനും അത് ഓരോ രീതിയിലായിരിക്കാം. എത്രയായാലും പക്ഷെ നമ്മൾ മൊഴി കൊടുക്കാനൊക്കെ, ഇപ്പം ഞാൻ തന്നെ പേഴ്സണലി ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും മൊഴി കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലതവണ മൊഴി കൊടുക്കുമ്പോൾ തന്നെ നമുക്കത് പിന്നെ പറയാനും അതത്ര ഒരു നല്ലൊരു ഫീലിംഗ് അല്ല. പിന്നെ നമ്മൾ കോടതി പോകുമ്പോൾ ഈ പർട്ടിക്കുലർ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ തിരക്കഥ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ തോന്നും, ഇത് വീണ്ടും പറയുന്നു. പിന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വീട്ടിൽ ചിലപ്പോൾ വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിപ്പിക്കും ലോയേഴ്സ്. നമ്മളത് കൃത്യമായിട്ട്, നമുക്ക് നടന്ന അനുഭവമാണെങ്കിലും കോടതിയിൽ പറയുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും മാറാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ. അപ്പോൾ അത് പലപ്പോഴും അങ്ങനെയല്ലല്ലോ നമ്മൾ ജീവിതത്തിൽ ഓർമ്മ വരുന്ന രീതികൾ പല ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പോകേണ്ടതുകൊണ്ട് നമ്മൾ വീണ്ടും നമുക്ക് തന്നെ അറിയുന്ന കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ, അതിനകത്തൊരു അബ്സേർഡിറ്റി ഉണ്ട് ഏതൊരു രീതി ആലോചിക്കും. അങ്ങനത്തെ കുറേ
ഒരു സർവൈവർ കടന്നു പോകാമെന്ന്, അതായത് നിയമത്തിന് മുമ്പിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച് പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ അസംബന്ധം എന്ന് നമുക്ക് തോന്നും, പക്ഷേ അതേ ഉള്ളൊരു മാർഗം ശരിക്കും പോകാൻ. അത് കുറച്ച് അടുത്തറിയാൻ പറ്റി എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ശരിക്കും ഉള്ള അവസ്ഥയിലല്ല അത് അഭിനയിക്കാൻ പോകുന്നത്. ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അപ്പോഴും. എന്നാലും നമ്മൾ ഓരോ തവണയും ഓഫ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഇതെന്ത് ചോദ്യമാണ് എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ടാവാം. ഇങ്ങനെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള മറ്റ് മനുഷ്യരുടെ ഇത് കേൾക്കാൻ പറ്റും. അത് തന്നെ ആ ഒരു മുറിയിൽ ഇരിക്കുന്നതിൽ പലരും ഒരുപാട് പേര് ചിലപ്പോൾ സിമ്പതിയോടെ നോക്കും. നമുക്ക് ചിലപ്പോൾ ആ രീതിയിലുള്ളൊരു സിമ്പതി ആയിരിക്കില്ല വേണ്ടത്, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും ചിലപ്പോൾ വേണ്ടത്. അല്ലെങ്കിൽ ചിലരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സ്നേഹവും മനസ്സിലാക്കലും വേണമായിരിക്കും. അതൊന്നും ആയിരിക്കണം എന്നില്ല അവിടെ നടക്കുന്നത്. അപ്പം അത് എനിക്ക് ഉറപ്പായിട്ടിത് അല്ല അഭിനയിക്കണോണ്ടും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അഭിനയിച്ചില്ല, ഇപ്പം ആ തിരക്കഥ വായിച്ചാലോ അല്ലെങ്കിൽ ഈ സിനിമ ഇപ്പം ഞാൻ കാണുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മുമ്പോട്ട് അതിനോട് ചേർന്ന് നിന്ന് അത് അനുഭവിക്കാൻ പറ്റായിരിക്കും. അതുകൊണ്ട് എനിക്ക് ആ സിനിമ ആ രീതിയിലൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ആ കോർട്ട് റൂം ഡ്രാമയാണ്. അതായത് സ്റ്റാൻഡപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സർവൈവർ ശരിക്കും എന്തിൽ കൂടെ ആയിരിക്കും, അതിൽ തന്നെ പല നുവാൻസ്, പല പ്രശ്നങ്ങളുടെ പലരുടെ പലതായിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ അവർ എന്തിൽ കൂടെയൊക്കെ പോകുന്നുള്ളതിൻ്റെ ഒരു ഇൻസൈറ്റാണ് ഇതിന്ന് കിട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പറയാം അത് സിസ്റ്റത്തിന്റെ ഒരു വീഴ്ച. അതായത് നിയമം എന്ന് പറയുന്ന സാധനം, അതുപോലെ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടും, അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുള്ള ആ പേടി ഉള്ളത് കൊണ്ടാണ്. അപ്പം തെറ്റ് ചെയ്യുന്നതിന് അറിയാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, അത് പിടിക്കപ്പെട്ടാൽ ഇത്ര ശിക്ഷയുള്ളൂ എന്നറിയാം. അത് ഒരു തരം അഡ്വാൻറ്റേജ് അല്ലേ? ഞാനൊരു തെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര ശിക്ഷ കിട്ടത്തുള്ളൂ എന്നുള്ളത് ഒരു തരം അഡ്വാൻറ്റേജ് അല്ലേ? അപ്പം ആ നിയമവ്യവസ്ഥ മാറേണ്ട സമയം കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും ശിക്ഷ നമ്മൾ പറയാതിരിക്കണം എന്തുദ്ദേശിച്ചത്. അല്ലല്ല, ഇപ്പം ഞാനിപ്പോ പോക്കറ്റ് അടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ഫൈൻ അടിച്ചാൽ മതി, എനിക്ക് ജയിലിൽ കിടക്കാതെ ഇറങ്ങാൻ പറ്റും. അപ്പം ഞാനൊരു പോലെ ഒരു കൊല ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര വർഷമായിരിക്കും ജയില്. അത് ഇന്ന നടപടികളുണ്ടെങ്കിൽ ഇത്ര വേണമെങ്കിൽ ഒരു പരോളിനായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല നടപടിക്ക് എനിക്ക് വേണമെങ്കിൽ നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഓരോ നിയമത്തിനും ഓരോ ലുപ്ഹോളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റേപ്പ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിങ്ങനെ വായിദ വെച്ച് കാലതാമസം എടുത്ത് അവസാനം ഈ പല തെളിവുകൾ നശിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് കാണുന്നതാണ്. കാലതാമസം എടുക്കും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണത്. എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ തന്നെ എപ്പോഴും കേസുകൾ ഒരുപാട് കാലം എടുത്താണെന്നുള്ളത്, പ്രത്യേകിച്ച് എല്ലാ കേസുകളും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ പ്രൊസീജിയറിലോട്ട് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല നടക്കുന്നുള്ളത് ഉറപ്പായിട്ട് അതിനെ ഇമ്പാക്റ്റ് ചെയ്യും. പക്ഷെ ശിക്ഷ ഇതായോണ്ട് എങ്ങനെ ചെയ്യും? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും അങ്ങനെ വേണ്ടേ? ഇപ്പം റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി അത് തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വധശിക്ഷ അല്ലെങ്കിൽ അത് ഏറ്റവും ബ്രൂട്ടലായിട്ടൊരു നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് അറിയുന്നവർക്ക് പേടി വരും. നാളെ ഞാൻ അങ്ങനെ പേടിച്ചോണ്ടാണോ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യാതിരിക്കേണ്ടത്? ഐഡിയലി പേടിച്ചിട്ടാണ് ഒരാൾ നന്നായിട്ട് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത്. എന്റെ അഭിപ്രായത്തിലല്ല, ഒരിക്കലും പേടിച്ചിട്ടല്ല. നമുക്ക് ശരിക്കും ജെനുവിനായിട്ട് ഒരു അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറാൻ തോന്നണം. നമുക്ക് ഇപ്പോ വീട്ടിലിപ്പോ ഒരു സിറ്റുവേഷൻ നമുക്ക് അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ അനിയത്തിയുടെ അടുത്തോ ആരോടെങ്കിലും നമുക്ക് ദേഷ്യം വന്നു, നമ്മൾ അടിക്കുമോ, നമ്മൾ അല്ലെങ്കിൽ കൊല്ലുമോ? നമ്മൾ ചെയ്യില്ലല്ലോ. പക്ഷെ അപൂർവമായിട്ടോ അല്ലെങ്കിൽ റയറായിട്ടോ നമ്മൾ അങ്ങനത്തെ പത്രത്തിൽ വായിക്കും, അയ്യോ ഇതെങ്ങനെയാണ് ഒരു അച്ഛൻ മോളെ കൊന്നത്, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ അതിൽ ഞെട്ടുണ്ട്. പക്ഷെ പരമാവധി നമ്മളെപ്പോഴും അങ്ങനെ നമുക്ക് ഇമോഷൻസ് വന്നാലും നമ്മൾ അങ്ങനെ പെരുമാറരുത് എന്നുള്ളൊരു ബോധം മനുഷ്യർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് ചെയ്താൽ എന്നെ ജയിലിലിടുക അല്ലെങ്കിൽ എനിക്കൊരു ഡെത്ത് പെനാലിറ്റി ഉണ്ടാവും അപ്പം പിന്നെ ഞാൻ ചെയ്യണ്ട. അതിൽ നിന്ന് വരുന്നത് യഥാർത്ഥത്തിലുള്ള റെസ്പെക്റ്റ് ആണോ, യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇതാണോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണെങ്കിലോ എന്നുവെച്ചാൽ ഡെത്ത് പെനാൽറ്റി ഉള്ളതുകൊണ്ട് ക്രൈം കുറയുമെന്നാണോ പറയുന്നത്? എനിക്കതിൽ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഡെത്ത് പെനാൽറ്റി ഉള്ളിടത്തൊക്കെ ക്രൈം കുറയണം. അങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം ഡെത്ത് പെനാൽറ്റി ഇല്ലാത്ത വേറെ വികസിത രാജ്യങ്ങളിലും കേസസ് കുറവുള്ള സ്ഥലങ്ങളുണ്ട്. പലതരത്തിലും വയലൻസ് കുറവുള്ള എത്രയോ, ഇപ്പോൾ സ്വീഡൻ, നമ്മൾ ഫിൻലൻഡ്, അവിടെയൊക്കെ ഒരുപാട് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വയലൻസ് പൊതുവെ കുറവാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഇന്നലെ മാം പറയായിരുന്നു മിസോറം, ചില സ്ഥലം ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് ഇങ്ങനത്തെ ക്രൈംസ് ഒരുപാട് കുറവാണ്. അപ്പം അത് അവിടെ മാത്രം വേറെ നിയമം ഉള്ളതുകൊണ്ടല്ലോ. അപ്പം അതെന്താണ്, നമുക്ക് എവിടെ നിന്നാ തുടങ്ങേണ്ടത്? എനിക്ക് പണിഷ്മെന്റ് ഹാർഷാക്കുന്നതുകൊണ്ട് മാത്രം ഇതൊരു സൊല്യൂഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ മനുഷ്യരെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അപ്പോഴും അതിനെന്തെങ്കിലും ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് പകരം കുട്ടിക്കാലത്തുനിന്നേ
നമ്മൾ എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ബോധം എല്ലാ തരത്തിലും മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അത് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സിസ്റ്റത്തിൽ ഇപ്പോൾ പറയണ പോലെ എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ്, നമുക്ക് പൊതുവേ സേഫ്റ്റി, ഇപ്പോൾ ക്യാമറ എല്ലായിടത്തും ഉണ്ടായിരിക്കും, അങ്ങനെ തുടങ്ങി ഒരുപാട് വേറെയും ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവേണ്ട വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഒരു ക്രൈം നടന്നാൽ മാം പറയായിരുന്നു എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രൊസീജിയർ നടക്കാന്നുള്ളത്. ഇത്രയും നീണ്ടുപോകുന്നുള്ളത് ഒരിക്കലും അങ്ങനെ, അതിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ ഒറ്റ നമ്മൾ ആ പണിഷ്മെന്റ് ഭയങ്കര കൂട്ടിയോണ്ട് ഇത് പെട്ടെന്ന് മാറുന്ന അങ്ങനെ മാത്രമല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറയും. ഐ അഗ്രി വിത്ത് ഹണി. ഇതിൽ പല ലേയേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്തിട്ട് ഇത് നമ്മൾ കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ മാറ്റാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചാൽ ശരിയാവില്ല. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ആഡ് ഞാൻ കണ്ടിരുന്നു. ഒരു ചെറിയ മോൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ആൺകുട്ടിയാണ് കരയില്ലേ. പിന്നെ കുറച്ചും കൂടി വലുതായപ്പോൾ വേറെ എന്തോ ബുക്ക് വലിച്ചെന്നു എന്ന് കരയുമ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെയൊന്നും കരയാൻ പാടില്ല. പിന്നെ കുറച്ചും കൂടി കോളേജായപ്പോൾ എന്തോ ഫ്രണ്ട് എന്തോ പറഞ്ഞപ്പോൾ അവൻ തനിച്ച് നിന്ന് കരയുമ്പോൾ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ കരയും പെണ്ണുങ്ങളെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എന്താണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രൈവറ്റ് ആയിട്ടുള്ള ബെഡ്റൂമിൽ അവൻ ആ പെണ്ണെ തല്ലുക എന്ന് വെച്ചാൽ നമ്മൾ വളർത്തുന്ന രീതി എന്താണ്? ആമക്കളും പെൺമക്കളും അവരെ നമ്മൾ വളർത്തുന്ന രീതി തൊട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ്, പിന്നെ ലോ ആൻഡ് ജുഡീഷ്യറി എല്ലാം ലേയേഴ്സിലും ചേഞ്ചസ് വരണം. ആൻഡ് പണിഷ്മെൻ്റ് എന്നത് ഓരോ ക്രൈമിന് ആ ക്രൈമിന് അനുസരിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ് തീർച്ചയായിട്ടും വേണം. പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു പേടി ഉണ്ടായാൽ ചിലപ്പോൾ 10 ഒരാൾക്ക് പിന്മാറുന്ന ഒരു സമയമുണ്ടായിരിക്കും, അറിയില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദി ഓൺലി വൺ. പല ലേയേഴ്സ് ഉണ്ട്. അതാണ് ഈ പടത്തിലൂടെ പല ലേയേഴ്സ് ഇങ്ങനെ വെരി ഇൻട്രസ്റ്റിംഗ്ലി ഹിയസ്